റിപ്പോർട്ടർ ബ്രേക്കിംഗ്. കാസർഗോഡ് MDMA കേസിലെ പ്രതികൾക്ക് ഹവാല ശൃംഖലയുമായും അന്തർ സംസ്ഥാന മയക്കുമരുന്ന് മാഫിയകളുമായും നേരിട്ട് ബന്ധമുള്ളതായി സൂചന. VD സതീശന്റെ സോഷ്യൽ മീഡിയ കോർഡിനേറ്റർ എന്ന് അവകാശപ്പെടുന്ന മുഹമ്മദ് ഹുസൈൻ, കേസിലെ മുഖ്യ ആസൂത്രകനും നിരവധി ലഹരി കേസുകളിൽ പ്രതിയുമായ സൈനുൽ ആബിദ് എന്നിവരടങ്ങുന്ന സംഘം രാഷ്ട്രീയ നേതാക്കളുടെ മറപറ്റിയാണ് മയക്കുമരുന്ന് കടത്തിയത്. ആന്ധ്ര, കർണാടക ലഹരി മാഫിയകളുമായി അടുത്ത ബന്ധം പുലർത്തുന്ന പ്രതികൾ രാഷ്ട്രീയ നേതാക്കളുമായി ലക്ഷങ്ങളുടെ സാമ്പത്തിക ഇടപാടുകൾ നടത്തിയതായും വിവരമുണ്ട്. റിപ്പോർട്ടർ ബിഗ് ബ്രേക്കിംഗ് നമ്പർ 4. ഇവരുടെ വിദേശയാത്രകളും ദുരൂഹമാണ്. റോഷിപാലുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. റോഷിപാൽ, നമ്മൾ കണ്ടതിലും അധികമാണ്, കേട്ടതിലും വലുതാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന വിവരങ്ങൾ. ഇപ്പോൾ പിടിയിലായിരിക്കുന്ന ഈ പ്രതികൾക്ക് അന്തർ സംസ്ഥാന ബന്ധമുണ്ട്, ഹവാല ബന്ധമുണ്ട്. പല രാഷ്ട്രീയ നേതാക്കളും ഈ മയക്കുമരുന്ന് കടത്തുകാരെ, ഈ ലഹരിയുടെ മൊത്ത കച്ചവടക്കാരെ ഹവാല പണം കടത്താനും ഉപയോഗിച്ചിട്ടുണ്ട് എന്നുള്ള വിവരമാണോ ഇപ്പോൾ പുറത്തു വരുന്നത്? അങ്ങനെയാണെങ്കിൽ നമ്മൾ കരുതിയെടുത്ത് ഈ കഥയൊന്നും നിൽക്കില്ല. റോഷിപാൽ. അരുൺകുമാർ, ഈ സംഘം മയക്കുമരുന്ന് വിൽപ്പന മാത്രമായിരുന്നില്ല നടത്തിയത്, ഇവർക്ക് ഹവാല ഇടപാട് കൂടി ഉണ്ടായിരുന്നു എന്ന സൂചനകളാണ് പുറത്തു വരുന്നത്. ഇത് സംബന്ധിച്ച അന്വേഷണത്തിന് പോലീസ് തയ്യാറാകുമോ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം. കാരണം VD സതീശന്റെ സാമൂഹ്യ മാധ്യമ കോർഡിനേറ്റർ എന്ന സ്വയം പരിചയപ്പെടുത്തിയ ഒരാൾക്കെതിരെ എങ്ങനെയാണ് ഇത്രയും വിശദമായ അന്വേഷണത്തിന് പോലീസ് തയ്യാറാവുക എന്നത് കാത്തിരുന്ന് തന്നെ കാണേണ്ടി വരും. കാരണം ഒരു സാധാരണ ദൃശ്യങ്ങളൊന്നുമല്ല, നിരന്തരം വീടുകളിലും ഓഫീസുകളിലും സന്ദർശിക്കുന്നുണ്ടായിരുന്നു ഹുസൈൻ. അത് VD സതീശൻ സമ്മതിക്കുന്നുമുണ്ട്, വൈകിട്ടാണെങ്കിലും. ഇതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം, മയക്കുമരുന്നും ഹവാല ഇടപാടുകളൊക്കെ നടത്തുന്നത് രാഷ്ട്രീയ നേതാക്കളുടെ തണലിലാണെന്ന സൂചനയാണ്. രാഷ്ട്രീയ നേതാക്കൾക്കൊപ്പം യാത്രയിൽ, അവർക്കൊപ്പം അവരുടെ വാഹനത്തിൽ സഞ്ചരിക്കുമ്പോൾ മയക്കുമരുന്ന് കയ്യിൽ കരുതിയിരുന്നോ എന്ന പ്രധാനപ്പെട്ട സംശയമാണ് ഇവിടെ ബലപ്പെടുന്നത്. കാരണം അന്തർ സംസ്ഥാന മയക്കുമരുന്ന് ശൃംഖലയുടെ ഭാഗമാണ് പിടിയിലായ 4 പേരും എന്ന് ഉറപ്പിച്ചു കഴിഞ്ഞു. അതിൽ ഏറ്റവും പ്രധാനി VD സതീശന്റെ സാമൂഹ്യ മാധ്യമ കോർഡിനേറ്റർ എന്നറിയപ്പെടുന്ന ഹുസൈൻ, അതേപോലത്തെയാണ് സൈനുൽ ആബിദിന്റെ കയ്യിൽ നിന്നാണ് മയക്കുമരുന്ന് MDMA ഈ സംഘത്തിന്റെ കൈകളിലേക്ക് എത്തിയത്. കർണാടക, ആന്ധ്ര എന്നീ സംസ്ഥാനങ്ങളിൽ നിന്നും കേരളത്തിലേക്ക് മയക്കുമരുന്ന് കടത്തുന്ന വലിയ സംഘങ്ങളുണ്ട്. ആ സംഘങ്ങളിൽ പ്രധാനി കൂടിയാണ് ആബിദ് എന്ന് പോലീസിന് വ്യക്തമായി കഴിഞ്ഞു. ഇനി സ്വാഭാവികമായും കർണാടകയിലേക്കും ആന്ധ്രയിലേക്കും അന്വേഷണം പോകേണ്ടി വരും. അതിനപ്പുറത്തേക്ക് രാഷ്ട്രീയ നേതാക്കളുടെ ഹവാല ഇടപാടുകൾ, കള്ളപ്പണ ഇടപാടുകൾക്ക് കൂടി ഇവരുടെ സഹായം ലഭിച്ചിട്ടുണ്ട് എന്ന സൂചനകളാണ് ഞെട്ടിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ മയക്കുമരുന്ന് സംഘം പലപ്പോഴായി രാഷ്ട്രീയ നേതാക്കളുടെ അരികെ പറ്റി തന്നെയാണ് മുന്നോട്ട് പോയത്. അവരുടെ വിൽപ്പന നടന്നതൊക്കെ രാഷ്ട്രീയ നേതാക്കളുടെ തണലിലാണ് എന്ന സൂചനകൾ കൂടി പുറത്തു വരുന്നുണ്ട്. ഇവർ നടത്തിയ വിദേശയാത്രകൾ ഉൾപ്പെടെ ദുരൂഹമാണ്. പലതവണയായി ഇവർ വിദേശ രാജ്യങ്ങളിലേക്ക് യാത്ര ചെയ്തിട്ടുണ്ട്. അത് ഹവാല ഇടപാടിന്റെ ഭാഗമായിട്ടാണോ എന്ന സംശയമാണ് ഇവിടെ ബലപ്പെടുന്നത്. സമാനമായി തന്നെ വിദേശത്തും മയക്കുമരുന്ന് കടത്താൻ വേണ്ടി ആ യാത്ര ഏതെങ്കിലും രാഷ്ട്രീയ നേതാക്കൾക്ക് ഒപ്പമാണോ എന്നതുകൂടി പരിശോധിക്കപ്പെടേണ്ടതുണ്ട്. അതുകൊണ്ട് സ്വാഭാവികമായും ഇത് കേരള പോലീസിന്റെ അന്വേഷണ പരിധിക്കുള്ളിൽ ഒതുങ്ങില്ല എന്ന് ഉറപ്പായി കഴിഞ്ഞു. കാരണം തെരഞ്ഞെടുപ്പ് കാലത്തൊക്കെ കോടികളുടെ ഹവാല ഇടപാടുകൾ സംസ്ഥാനത്ത് നടന്നു എന്ന് പലപ്പോഴായി വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. പലപ്പോഴായി അത്തരം ഹവാല ഇടപാടുകളുടെ വിവരങ്ങൾ പുറത്തു വരികയും അത് വലിയ വിവാദത്തിന് വഴിയൊരുക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെയുള്ള ഹവാല ഇടപാടുകളുടെ കണ്ണിയാണ് എന്ന സംശയം, പ്രത്യേകിച്ച് പലയിടങ്ങളിലേക്ക് പണം എത്തിക്കാൻ വേണ്ടി രാഷ്ട്രീയ പിൻബലം ഉപയോഗിച്ചു, രാഷ്ട്രീയ നേതാക്കളുമായുള്ള ബന്ധം ഉപയോഗപ്പെടുത്തി എന്ന സൂചനകളാണ്. ഇവർ ഹവാല ഇടപാട്, അതുപോലെ തന്നെ മയക്കുമരുന്ന് ഇടപാട് എല്ലാം ഒരുമിച്ച് നടത്തുമ്പോൾ രാഷ്ട്രീയ നേതാക്കൾക്കൊപ്പം യാത്ര ചെയ്യുമ്പോഴൊക്കെ ഇത്തരം ഇടപാടുകൾ നടത്താൻ അതൊക്കെ ഒരു ഉപാധിയാക്കി മാറ്റിയെന്നാണ് സംശയം. കാരണം പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാക്കളുടെ ഒക്കെ വാഹനത്തിൽ സഞ്ചരിക്കുന്നു, അവരുടെ ഡ്രൈവറായി അടക്കം വന്നിട്ടുണ്ട്, സ്വകാര്യ ഡ്രൈവറായിട്ടൊക്കെ ഈ ഹുസൈൻ വന്നിട്ടുണ്ട് എന്ന് സ്ഥിരീകരിക്കുന്നുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ തന്നെയാണ് ഇത്തരം വിവരങ്ങൾ അത് സ്വാഭാവികമായും കേരള പോലീസിന്റെ അന്വേഷണ പരിധിയിൽ മാത്രം ഒതുങ്ങില്ല എന്ന് വിലയിരുത്തപ്പെടുന്നത്. ഓക്കെ, താങ്ക് യു. റോഷിപാലാണ് വിവരങ്ങൾ നൽകിയത്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, പുറത്തു വരുന്നത്
വലിയ ആഴമേറിയ വാർത്തകളാണ്. ഈ വാർത്ത പല മാധ്യമങ്ങളും മൂടിവെക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഇന്നൊക്കെ ചില പത്രങ്ങളിൽ ചില മുക്കിലും മൂലയിലുമായിട്ട് ഈ വാർത്ത പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. ഇത് ചെറിയ കളിയല്ല. നോക്കൂ, ഇത് കേവലം മയക്കുമരുന്ന് കച്ചവടം മാത്രമല്ല, ഹവാല ബന്ധമുള്ള അന്തർ സംസ്ഥാന റാക്കറ്റിനെയാണ് ഇപ്പോൾ കേരള പോലീസ് തൂഫാൻ ഇപ്പോൾ പിടികൂടിയിരിക്കുന്നത്. പിടികൂടിയ നിമിഷം മുതൽ രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ അസ്വസ്ഥതകൾ വന്നു തുടങ്ങി. കാര്യം ഇപ്പോൾ പിടികൂടിയിരിക്കുന്ന ആളുകൾക്ക് അത്രമേൽ വലിയ രാഷ്ട്രീയ ബന്ധമുണ്ട്, സ്വാധീനമുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരങ്ങൾ. അതിന്റെ അടിസ്ഥാനത്തിൽ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, കൂടുതൽ വാർത്തകളിലേക്ക് റിപ്പോർട്ടർ TV കടക്കും. നമ്മുടെ റിപ്പോർട്ടർമാർ ഈ വാർത്തയുടെ പിന്നാലെ തന്നെയുണ്ട്. കൂടുതൽ വിവരങ്ങൾ ഇന്നും നാളെയും ഒക്കെയായി റിപ്പോർട്ടർ പ്രേക്ഷകർക്ക് പങ്കുവയ്ക്കുകയും ചെയ്യും. അപ്പോൾ ഇത് 139 ഗ്രാം MDMA-യോ 500 ഗ്രാം MDMA-യോ മാത്രമല്ല, അതിനേക്കാൾ ആഴമേറിയ ഒരു ക്രിമിനൽ മാഫിയ സംഘത്തെയാണ് ഇപ്പോൾ പിടികൂടിയിരിക്കുന്നത്. റിപ്പോർട്ടർ ആ വാർത്ത തുടർന്നുകൊണ്ടേയിരിക്കും. 4 ബ്രേക്കിംഗ് വാർത്തകളാണ് ഇതുമായി ബന്ധപ്പെട്ട് ഇന്ന് റിപ്പോർട്ടർ പ്രേക്ഷകർക്ക് നൽകിയത്. മറ്റു ചാനലുകളും മാധ്യമങ്ങളും എടുത്ത് നോക്കിക്കോളൂ. കാലിക്കടവ് MDMA കേസ് എന്നൊരു സംഭവം നടന്നിട്ടില്ല എന്ന മട്ടിലാണ് മറ്റു മാധ്യമങ്ങൾ ഈ വാർത്ത മറച്ചുവെച്ചിരിക്കുന്നത്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇത്രയും ആഴമേറിയ ഒരു വാർത്തയിൽ രാഷ്ട്രീയ സ്വാധീനം വരുമ്പോൾ സ്വാഭാവികമായും സമ്മർദ്ദങ്ങൾ ഉണ്ടാവും. ഒരു സമ്മർദ്ദത്തിനും കീഴ്പ്പെടാതെ വാർത്തയുമായി റിപ്പോർട്ടർ മുന്നോട്ട് തന്നെ.